Praise the Lord. Hallelujah. Hallelujah. കരങ്ങളെ ചലിപ്പിച്ച് കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ കർത്താവിനെ സ്തുതിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ നിന്നും സ്നേഹവന്ദനം, മഹാരാഷ്ട്രയിൽ നാഗ്പൂരിൽ നിന്നും സ്നേഹവന്ദനം. അവിടെയുള്ള ഞങ്ങളുടെ ചേരി പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലെ പാവപ്പെട്ട സഹവിശ്വാസികളുടെ എല്ലാം സ്നേഹവന്ദനം അറിയിക്കുകയാണ്. സ്തോത്രം. ഞാൻ നിങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് വടക്കേരിയിലായിരിക്കുന്നത്. കഴിഞ്ഞ 21 വർഷങ്ങളായി കർത്താവിന്റെ സേവയോടുള്ള ബന്ധത്തിൽ നോർത്ത് ഇന്ത്യയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. നിങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ ആയിരിക്കുന്നത്. അവിടെയുള്ള ഞങ്ങളുടെ സഹവിശ്വാസികളുടെ പ്രതിനിധിയായിട്ടാണ്. സ്തോത്രം. ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിച്ചതിന് നന്ദി. വടക്കേ ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴതല്ല, ഞങ്ങൾക്കും കൂടെ വേണ്ടിയായിരുന്നു. ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തിയതിന് താങ്ക് യു സോ മച്ച്. ഇനിയും പ്രാർത്ഥിക്കണം. വടക്കേ ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കപ്പെടുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അറിഞ്ഞുകൊണ്ട് ഒന്നുകൂടെ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. സ്തോത്രം. സുവിശേഷ വേല ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ വിടാതിരുന്ന സമയത്ത് കർത്താവ് വിളിച്ചു വേർതിരിച്ച് വടക്കേരിയിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെട്ടു. കേരളത്തിലെ ചെറിയൊരു സർക്കാർ ജോലിയുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഗവൺമെന്റ് ജോലിയിലായിരുന്ന സമയത്താണ് 4 വർഷം അങ്ങനത്തെ ജോലി ഉണ്ടായിരുന്നു. ആ സമയത്താണ് അത് വിട്ടിട്ട് പൂർണ്ണസമയം വടക്കേരിയിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെട്ടത്. അങ്ങനെ 1994 പോയതാണ്. പോകാൻ പറ്റിയ സാഹചര്യമൊന്നും അല്ലായിരുന്നു. എൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയം 9 മാസം ഗർഭിണിയായിരിക്കും. ആദ്യം ബെഡ് റെസ്റ്റിലായിരുന്നു. ഒരു 6-7 മാസം ബെഡ് റെസ്റ്റ്. വീട്ടിൽ ഒരു ജോലിയും ചെയ്ത് അനങ്ങാൻ പറ്റാതെ കിടന്ന സമയത്ത് കർത്താവ് പറഞ്ഞു ഇതിനെ എടുത്തോണ്ട് വടക്കേരിയിലോട്ട് പോകാൻ. അങ്ങനെ ഒരു പോക്ക് പോയതാണ്. ഒരു ദോഷവും വന്നില്ല. പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്രസവിച്ചു. ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിന്റെ ദൈവം തന്നു. ആ മോക്ക് 21 വയസ്സായി. അവരുടെ പേരാണ്. വടക്കേരിയിലേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞു. കർത്താവ് ചേർത്തോ നമ്മൾ എനിക്ക് ഭാഷ അറിയത്തില്ല. അറിയാത്ത ഭാഷക്കാരുടെ ഇടയിലേക്ക് കർത്താവ് പറഞ്ഞയച്ചതാണ്. ആകെ കൂടെ അറിയാവുന്ന ഹിന്ദി നഗീമാലു എന്ന് പറയാനായി. അതുകൊണ്ട് വടക്കേന്ത്യയിലോട്ട് പോയി. സ്തോത്രം. തിരിച്ചു പോകാൻ ഇട വരുത്തിയില്ല. തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാൻ പോലും ദൈവം ഇടയാക്കിയില്ല. ഞെരുക്കങ്ങളിലൂടെയൊക്കെ പോയി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞെരുക്കങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അതെല്ലാം നന്മയ്ക്കാക്കി ദൈവം തീർത്തു. 3 മക്കളെ അച്ഛൻ രവിമാന്റെ 21, 19, 17 വയസ്സുകളായി. ഭാര്യയുടെ പേര് മനസ്സിലാക്കി. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതമായി കർത്താവ് നിങ്ങളെ സഹായിച്ചു. വടക്കേന്ത്യയിലായിരിക്കുന്നു. ആ പ്രിയമുള്ളവരുടെ എല്ലാ കുടുംബത്തിന്റെയും ഞങ്ങളുടെ സഹവിശ്വാസികളുടെയും സഹപ്രവർത്തകരുടെയും കൂടെയുള്ളവരെല്ലാം പ്രത്യേകം വന്ന് നിങ്ങളെ അറിയുകയാണ്. എന്തെങ്കിലും ശുശ്രൂഷിക്കാനായിട്ടോ തന്ന പ്രത്യേകം താങ്ക് യു പാസ്റ്റർ. ഒത്തിരി ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ദേവദാസൻ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ വിശ്വസിക്കുന്ന ഈ ദൈവത്തെ സേവിക്കാൻ സ്തോത്രം. തിരഞ്ഞെടുക്കപ്പെട്ട ദൈവഭൃത്യന്മാർ വേറെയും ഇവിടെയും ഉണ്ടാവും. എല്ലാ സഹ ശുശ്രൂഷകർക്കും സഭയിലെല്ലാം മൂപ്പന്മാർക്കും പ്രത്യേകം നന്ദി. വിശേഷൻ പാട്ടുകാർ എല്ലാവർക്കും നന്ദി. അച്ഛനവരെ കാണാൻ ഒത്തിരി സന്തോഷം. എല്ലാവരെയും നിങ്ങളെ സ്നേഹിക്കുന്ന മുഖങ്ങളെ കാണാൻ കത്താവടിയാക്കിയല്ലോ. നന്ദി. ഒരു വാക്കില് നിങ്ങൾക്കറിയുന്ന ഒരു പാട്ട്, ചില വരികൾ ഒന്ന് പാടിയിട്ട് നമുക്ക് മുമ്പോട്ട് വേഗത്തിൽ ഓടിപ്പോകാം. എല്ലാവർക്കും അറിയുന്നൊരു പാട്ടാണ്. എന്റെ ഭാരതം യേശുവെ അറിഞ്ഞിടട്ടെ, യേശുവെ വചനം കേട്ടിടട്ടെ, രക്ഷയിൽ മാർഗം ഗ്രഹിച്ചിടട്ടെ, ഏവരും യേശുവെ വണങ്ങിടട്ടെ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, വലിയ തന്നെ നമുക്ക് ചേർന്ന് പാടാം. എല്ലാവരും ചേർന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു പാട്ട്. എല്ലാവരും ചേർന്ന് പാടാം. ഈ ചെറിയ പാട്ടുപുസ്തകം പാട്ടുപുസ്തകം കയ്യിലുണ്ടെങ്കിൽ അതിനകത്തുള്ള 21ാമത്തെ ഗാനമാണ്. അതെല്ലെങ്കിലും ചേർന്ന് എന്നോട് ഒന്ന് പറഞ്ഞാൽ എല്ലാവരും ചേർന്നത് പാടിയാട്ടെ. സ്തോത്രം. എന്റെ ഭാരതം യേശുവേ അറിഞ്ഞിടട്ടെ, എന്റെ ഭാരതം യേശുവേ അറിഞ്ഞിടട്ടെ, എന്റെ യേശുവിൻ വചനം കേട്ടിടട്ടെ, രക്ഷയിൻ മാർഗം ഗ്രഹിച്ചിടട്ടെ, ഏവരും യേശുവെ വണങ്ങിടട്ടെ, രക്ഷയിൻ മാർഗം ഗ്രഹിച്ചിടട്ടെ, ഏവരും യേശുവെ വണങ്ങിടട്ടെ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഹരിയാന, പഞ്ചാബ്,
وكاشفي قدس للشهي സമരത്തിൽ നദർഹവേലി എന്റെ മതിക്കോവാറും കണ്ണീകളും യേശുവേ അറിഞ്ഞിരക്കി യേശുവിനായി തീരക്കി ചതുവരവേ യേശുവേ അറിഞ്ഞിരക്കി യേശുവിനായി തീരക്കി യേശുവിനായി തീരക്കി യേശുവിനായി തീരക്കി ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം അതിങ്ങനെ പറയുന്നു. ലൂക്കോസ് 10:2 ആമേൻ. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ, പ്രാർത്ഥിപ്പീൻ. ശിഷ്യന്മാരോട് യേശു പറഞ്ഞ ഒരു വാക്കാണ് പ്രാർത്ഥിപ്പീൻ. നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് യജമാനനോട് പ്രാർത്ഥിപ്പീൻ, 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 അപേക്ഷിപ്പീൻ. അപേക്ഷിപ്പീൻ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാക്ക് പോകുവിൻ. അപേക്ഷിപ്പീൻ, പ്രാർത്ഥിപ്പീൻ, പ്രാർത്ഥിക്കുന്നവരോട് തന്നെയാണ് പറഞ്ഞത് പോകുവിൻ. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കും. പ്രാർത്ഥിച്ചവനെ നിന്നെ തന്നെയാണ് കർത്താവ് അയക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചെയ്യുന്നു. നന്നായിട്ട് നോക്കാൻ ചെയ്ത് നടന്നതായിരുന്നു. അതേ അധ്യായത്തിൽ ഒരു ഭാഗം കൂടെ അതിന്റെ 30-ാമത്തെ വാക്യം മുതൽ 30-ാമത്തെ വാക്യത്തിലേക്ക് എഴുതിയിരിക്കും. ഞാൻ വായിക്കാം. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. നല്ല ശമരിയക്കാരന്റെ കഥയാണ്. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ച് പോയി. ആ വഴിയായി യദൃച്ഛയാ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. രണ്ടുപേരും അവനെ കണ്ടിട്ട് കാണാത്തതുപോലെ പോയി. ഒരു ശമരിയക്കാരനോ വഴിപോകിയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അരികെ ചെന്നു എണ്ണയും വീഞ്ഞും പകർന്നു അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. സ്തോത്രം. രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ കണ്ടിട്ട് കാണാതെ പോകാം, കാണാത്തതുപോലെ പോകാം. ഇവിടെ കാണാത്തതുപോലെ പോയവർ ഞാൻ കുറ്റം പറയത്തില്ല. അവർക്ക് അവരുടേതായ എന്തെങ്കിലും ചുമതലകളോ ഉത്തരവാദിത്തങ്ങളോ ഉണ്ടായിരിക്കാം, സമയം പല വിഷയങ്ങളുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പോയത്. അവരെ തെറ്റു പറയുന്നില്ല. കണ്ട ഒരു മനുഷ്യൻ, സമയം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അയാളവിടെ നിന്നു. അയാൾ നിന്നിട്ട് അയാൾ ചെയ്യാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ അയാൾ ചെയ്തു. സ്തോത്രം. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. കണ്ടിട്ട് കാണാത്തതുപോലെ പോകാം, കണ്ടിട്ട് അവിടെ നിന്ന് ചിലത് ചെയ്യാം. സ്തോത്രം. കാരണം ഇവിടെ മുറിവേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടവരുടെ വസ്ത്രം, അവനെ വസ്ത്രം മാറ്റിയിട്ട് മുറിവേൽപ്പിച്ചു. അവന്റെ ശരീരം മുഴുവൻ മുറിവേറ്റ് അവൻ മൽപ്പിടുത്തം നടത്തിക്കണം. പ്രാണഭയത്തിന് അവന്റെ പ്രാണരക്ഷിക്കാൻ മൽപ്പിടുത്തം നടത്തിക്കാണും. അവനോട് നിലത്ത് വീണ് ഉരുണ്ടുകയാണ്. അവന്റെ ശരീരം മുഴുവൻ മുറിവാണ്. അർത്ഥപ്രാണനായി കിടക്കുകയാണ്. പൊടി പൊടിച്ച ആ നിലത്ത് കിടന്നു ഉരുണ്ട് ചോലയിലും മണ്ണിലും ചെടിയിലും കുളിച്ചു കിടക്കിയ വൃത്തികേടിൽ കിടക്കിയ ഒരു മനുഷ്യൻ. ജീവന് വേണ്ടി പ്രാണന് വേണ്ടി ഇച്ചിരി വെള്ളം തായോ എന്ന് കരയുന്നുണ്ടാകും. അവനെ കണ്ടിട്ട് ഒന്നുകിൽ രക്ഷ ചെയ്യാം, അല്ലെങ്കിൽ കാണാത്തതുപോലെ പോകാം. സ്തോത്രം. ആത്മരക്ഷയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ജനം, ഒരു ജനതതി. സ്തോത്രം. ഇടക്കയും വലക്കയും തമ്മിൽ തിരിച്ചറിയാത്തൊരു ജനതതി, ആത്മീകമായി മുറിവേറ്റ് കിടക്കുന്ന ഒരു ജനതതി.
സ്തോത്രം. ഇവർ കുടിക്കുന്നത് ജീരകവെള്ളമല്ല, പശുവിന്റെ മൂത്രമാണ്. പാവപ്പെട്ടവരല്ല പണക്കാരാണ്, പഠിപ്പില്ലാത്തവരല്ല പഠിപ്പുള്ളവരാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാത്തവൻ എന്ത് ചെയ്യും? അവിടെ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വിദ്യാസമ്പന്നനെന്നോ ഒന്നും ഭേദമില്ല. ആത്മരക്ഷയ്ക്കുള്ള വഴി എന്തെന്ന് തേടി നടക്കുകയാണ്. നിത്യജീവന്റെ വഴി എന്തെന്ന് തേടി നടക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ കഴിയുകയാണ്. അവളുകൾ തമ്മിൽ കല്യാണം കഴിപ്പിച്ചാൽ മഴ പെയ്യുമെന്ന് വിശ്വസിക്കുകയാണ്. നായ വിവാഹം ചെയ്താൽ ശാപം മാറുമെന്ന് വിശ്വസിക്കുകയാണ്. ബാലവിവാഹം നടക്കുകയാണ്. ആരോഗ്യ പരിപാലനം എത്തിയിട്ടില്ലാത്ത കുഗ്രാമങ്ങൾ, അവിടെയെല്ലാം മന്ത്രവാദികൾ പറഞ്ഞു കൊടുക്കുന്ന ചികിത്സാവിധി ഇന്നും അനുഷ്ഠിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഏതെങ്കിലും രാജ്യത്തെ കുറിച്ചല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. ടോക്കിംഗ് അബൌട്ട് ഇന്ത്യ ടുഡേ. എല്ലാ ചിത്രങ്ങളോടും കാണിക്കാൻ പറ്റുന്നില്ല. വഴിവെക്കിൽ കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിലൊക്കെ ചെന്നാൽ കാണാൻ പോലെ കുറെ ജീവിതങ്ങൾ. ആരും തിരിഞ്ഞു നോക്കാനില്ല. ഡെഡ് ബോഡിയല്ല കിടക്കുന്നത്, ജീവനുള്ള ശരീരം. ചികിത്സയില്ലാതെ ആഹാരമില്ലാതെ കിടക്കുന്ന ഒരു കൂട്ടർ, കയറി കിടക്കാൻ തലചായ്ക്കാൻ ഒരിടമില്ലാത്ത ഒരു കൂട്ടർ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പാത്രങ്ങളുമായി ക്യൂ നിൽക്കുന്ന, ആവശ്യത്തിന് ധരിക്കാൻ വസ്ത്രമില്ലാത്ത ഒരു തലമുറ. മുറിവേറ്റ് കിടക്കുകയാണ് ഒരു തലമുറ. മുറിവേറ്റ് ഒരു തലമുറ കിടക്കുകയാണ്. I'm talking about my nation, India. നമ്മൾ ജനിച്ച ഭാരതത്തെ കുറിച്ച്. ഭാരതത്തിന്റെ ഒരു മുഖം നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ രാഷ്ട്രീയക്കാർ, വലിയ ധനാഠ്യന്മാരുള്ള സമ്പന്നന്മാർ, സമൃദ്ധിയിൽ വസിക്കുന്ന, കംഫർട്ട് സോണിൽ വസിക്കുന്ന ഒരു വലിയ ജനതതി. എന്നാൽ മറുവശത്ത് മുറിവേറ്റ് കിടക്കുന്ന ഒരു തലമുറയുണ്ട്. ഇവിടെ ഇരിക്കുന്ന മക്കളെ, ആവശ്യത്തിൽ കൂടുതൽ ആഹാരം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ വേണ്ട എന്ന് വലിച്ചെറിയുമ്പോൾ എനിക്ക് ഇത് വേണ്ട അത് മതി എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്തതെല്ലാം ഇവിടെ വലിച്ചു കൂട്ടി ചാക്കിനകത്ത് കെട്ടി, പ്ലാസ്റ്റിക് കൂടിനകത്ത് കെട്ടി ഡസ്റ്റ്ബിനിലേക്ക് വലിച്ചെറിയുമ്പോൾ ഓർക്കണം മക്കളെ, ഒരു നേരത്തെ ആരും വകയില്ലാതെ ക്യൂ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ. സ്കൂളിൽ കോളേജിൽ നമ്മൾ പിള്ളേർ ബാഗും തൂക്കി പോകുമ്പോൾ ചാക്കും തൂക്കി ഒരു തലമുറ നടക്കുകയാണ്. വല്ലതും പാത്രങ്ങളും വല്ല പാട്ടിയൊക്കെ പെറുക്കി വിറ്റ് ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കാൻ ഉള്ളതിനെ കൊണ്ട് സന്തോഷത്തോടെ പങ്കുവെച്ച്, എവിടെ നോക്കിയ ആഹാരം പങ്കുവെച്ച് കഴിക്കുന്ന കുഞ്ഞുങ്ങൾ. യു ഹാവ് എ ചോയ്സ്. കണ്ടിട്ടും വേണമെങ്കിൽ കാണാതെ പോകാം, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാം. സുവിശേഷം എന്തെന്ന്, യേശു എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ഒരു തലമുറ കിടക്കുകയാണ്. എവിടെയോക്കെയോ പ്രദേശങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ. നമ്മൾ വേദനയോടെ സന്തോഷത്തോടെ ഒക്കെ പ്രാർത്ഥിക്കുന്നു. ആമേൻ കർത്താവായ യേശുവേ, വേഗം. സ്തോത്രം. മഹാരാഷ്ട്രയിൽ നാഗ്പൂർ പട്ടണത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങൾ പോയി പ്രവർത്തിക്കുന്ന സ്ലമ്മുകളാണ്. ഇവിടേക്ക് കുറെ കുഞ്ഞുങ്ങൾ എഴിഞ്ഞു കിടക്കുകയാണ്. മലമൂത്ര വിസർജനം ചെയ്തതിന്റെ ഒക്കെ മുകളിലൂടെ പട്ടണത്തിന്റെ നടക്ക് താമസിക്കുന്ന ഒരു ജനതയാണ്. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത കുറെ ആളുകൾ. സ്ത്രീകൾ കൂടി ഇരുന്ന് തമ്പാക്കടിക്കുകയാണ്. ഖർവായ സാധനം ഉപ്പിച്ചിൽ വരെ അരച്ച് ചേർത്തിട്ട് അതെല്ലാം വായിക്കാതോട്ട് കയറ്റുകയാണ്. കുഞ്ഞുങ്ങളുടെ വായോട്ട് വെച്ച് തിരികെ കൊടുക്കും. ഒരപ്പനെന്ന് കള്ളു കുടിക്കുകയാണ്. കുഞ്ഞിനെ കൂടെ അടുത്തിരുത്തി കള്ളു കുടിക്കാൻ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. എന്തെങ്കിലുമൊക്കെ കിട്ടി വാരി വലിച്ച് കഴിക്കുന്ന ഒരു തലമുറ. ഒരു ഭാര്യയെ, ആ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കാൻ, ചില മരുന്നൊക്കെ വെച്ചു കൊടുക്കാൻ, അവരുടെ അടുക്കൽ പോയി കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുവാൻ, ഈ ചെളിക്കൊണ്ടിൽ കിടക്കുന്ന ഒരു തലമുറ കുറെ കുഞ്ഞുങ്ങൾ. രണ്ടാമത്തെ മോളുടെ കയ്യിലാണ് കുഞ്ഞിരിക്കുന്നത്. കണ്ടിട്ടും കാണാത്തതുപോലെ വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ അവിടെ നിൽക്കാം, എന്തെങ്കിലും ചെയ്യാം. സ്തോത്രം. ചോയ്സ് ഇസ് യുവേഴ്സ്. ഇവരെ പഠിപ്പിക്കാം. ഈ തലമുറയ്ക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കാം. ഈ തലമുറയെ വസ്ത്രം ധരിപ്പിക്കാം. ഈ തലമുറയ്ക്ക് ആഹാരം കൊടുക്കാം. വേണമെങ്കിൽ നമുക്കത് ചെയ്യാം, ഇല്ലെങ്കിൽ കാണാത്തതുപോലെ പോകാം. ചോയ്സ് ഇസ് അവേഴ്സ്. ഈ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള വഴികൾ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. അവരൊരു തൊഴിൽ പഠിപ്പിക്കാം. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ഞങ്ങൾ നടത്തുന്നതാണ്. കൂട്ടത്തിൽ ദൈവവചനം കൂടെ പഠിപ്പിച്ച് പ്രാർത്ഥിക്കാനും പഠിപ്പിച്ച അവിടെ. സുവിശേഷത്തിന് വേണ്ടി വാതിൽ അടഞ്ഞിട്ടില്ല. ഭാരതത്തിൽ സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു. വേണമെങ്കിൽ പോകാം. ഗ്രാമങ്ങളിൽ പോയി പ്രസംഗിക്കാം, പാട്ടുപാടാം.
കേൾക്കാൻ ആൾ വരും. സുവിശേഷം പ്രസംഗിക്കാൻ മനസ്സുണ്ടെങ്കിൽ പോകാം, കേൾക്കാൻ ആളുണ്ട്. അവർ തരുന്ന ആഹാരം കഴിക്കാം, ഒരു ദോഷവും വരത്തില്ല. ശരീരത്തിന് ടോണിക് പോലെ വരുന്നത്. സ്തോത്രം. ഞങ്ങൾ താമസിക്കുന്നതിന്റെ അപ്പുറത്ത് ഒരു 20 കിലോമീറ്റർ ദൂരെ ഒരു കുടിലിനകത്ത് ഒരു സ്ത്രീ കിടപ്പുണ്ടായിരുന്നു. 4 വർഷമായി ഒരു കിടക്കയിൽ കിടക്കുകയാണ്. അവളെ കുടിൽ പൊളിച്ച് പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കി. 4 വർഷമായി കിടന്ന അഴുക്ക് മുഴുവൻ ഒഴുക്കളുണ്ടായിരുന്ന ശരീരത്തിൽ. കാര്യം മറ്റൊരു സഹോദരി കൂടെ ചെയ്തത്. അവർ നഴ്സുമാരൊന്നുമല്ല, അവർക്കൊന്നും അറിയത്തില്ല ഒന്നും ചെയ്യാൻ. പക്ഷെ അവളെ കുളിപ്പിച്ച് വൃത്തിയാക്കി ആശുപത്രിയിൽ കൊണ്ടുപോയി 1 മാസത്തെ ചികിത്സ കൊടുത്തു, വേണ്ടി പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞപ്പോഴേക്ക് എഴുന്നേറ്റിരുന്ന കയ്യിലെടുത്ത് ആഹാരം കഴിക്കാനുള്ള ആരോഗ്യം ദൈവം കൊടുത്തു. സ്തോത്രം. ആ ആരോഗ്യത്തോടെ ഇന്നും അവൾ ജീവിക്കുന്നുണ്ട്. പേര് ശകുന്തള, വയസ്സ് 32. സ്തോത്രം. 4 കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്ന് കിട്ടിയത്. അപ്പന്മാർ ഇട്ടേച്ചു പോയ 4 പിള്ളേർ ഞങ്ങൾ കൊണ്ടിട്ട് വളർത്തുകയാണ്. ഉള്ള പരിമിതമായ സൗകര്യങ്ങൾക്കകത്ത് വേണമെങ്കിൽ ഇതുപോലുള്ള അനേകം കുഞ്ഞുങ്ങളെ നമുക്ക് കാണാം, കണ്ടിട്ട് വേണമെങ്കിൽ മിണ്ടാതെ പോകാം. അതല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള പരിരക്ഷ കൊടുക്കാം. ശരീരം കൊണ്ട് അധ്വാനിക്കാം. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സ്തോത്രം. പൂമ്പാഴത്ത് കളിക്കേണ്ടി വരും. എന്റെ മകളാ, ഇതെന്റെ ഭാര്യ, എന്റെ മൂത്ത മകളാ, 2ാമത്തെ മകളാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ഭാര്യ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരും ശരീരം കൊണ്ടുകൂടെ അധ്വാനിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തുകയാണ്. സ്തോത്രം. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യുവാൻ ഒരു തലമുറ മുറിവേറ്റി കിടക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. വേണമെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. അതല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം വേണമെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ കണ്ടില്ല എന്ന് വെച്ച് നമുക്ക് പോകാം. ചോയ്സ് ഇസ് യുവേഴ്സ്. സ്തോത്രം. ഈ പുഞ്ചിരികൾ മായാതിരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. സ്തോത്രം. ഒരു തലമുറ മരുന്നും വൈദ്യനുമില്ലാതെ, ചികിത്സയ്ക്ക് സൗകര്യമില്ലാതെ കിടക്കുന്ന, റോഡുകളിൽ കിടക്കുന്ന കുറെ ആളുകൾ, കുറെ ജീവിതങ്ങൾ മുറിവേറ്റ് കിടക്കുന്ന, ആത്മാവിലും ശരീരത്തിലും മുറിവേറ്റ് കിടക്കുന്ന ഒരു ജനതതി. സ്തോത്രം. ഇത് ഞങ്ങളുടെ വണ്ടിയല്ല, ഇതുപോലൊരു വണ്ടി വേണം ഞങ്ങൾക്ക് അവിടെ. ഒരു ചെറിയൊരു ആംബുലൻസ്, എല്ലാ ചെറിയ വഴികളിലും പോകണമെന്ന ഒരു ആംബുലൻസ്. എന്തിനാണെന്നറിയാമോ? ഇതുപോലെ കിടക്കുന്നവരെ പെറുക്കി കൊണ്ടുപോയി ഏതെങ്കിലുമൊക്കെ ആശുപത്രിയിലാക്കാൻ. ദാറ്റ്സ് ഓൾ. അത്ര ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. പ്രാർത്ഥിക്കണം. ഈ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. യേശു കർത്താവ് പറയുകയാണ്, ഒരു മനുഷ്യൻ മുറിവേറ്റ് കിടക്കുന്നു. അവനെ കണ്ടിട്ട് 2 പേർ കടന്നുപോയി. ഒരു മനുഷ്യൻ വന്നു അവിടെ നിന്ന്. സ്തോത്രം. അവൻ ആരാ? ഇയാൾ ആരാ? അയാൾ എന്താ ചെയ്തത്? 2-3 മിനിറ്റ് കൊണ്ട് അയാൾ അവിടെ നിന്നു. ഇയാൾ എവിടെയാ പോകുന്നത് നമുക്കറിയത്തില്ല. ഒരു ബിസിനസ്സുകാരനായിരിക്കണം ഞാൻ ഊഹിക്കുകയാണ്. അയാളുടെ വാഹനം കഴുതയായിരിക്കാം. അയാൾ ആ വാഹനത്തിൽ പോകുമ്പോൾ അതിനകത്ത് വേറെ കുറെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ സംവിധാനങ്ങൾ പറയുമോ? മരുന്ന് കൊണ്ടുപോവുകയാണ്. മരുന്ന്, മുറിവ് കെട്ടാനുള്ള സാധനങ്ങളെല്ലാം ഇയാളുടെ വണ്ടിയിലുണ്ട്. ആ ഡോക്ടറാണോ ഏതെങ്കിലും വൈദ്യനായിരിക്കും, അറിയത്തില്ല. പക്ഷെ അയാളുടെ കൈവശം ഇതെല്ലാം ഉണ്ട്. അവിടെ ഒരു വഴിയമ്പലത്തിൽ കൊണ്ടുപോയി ഇയാളെ ആക്കിയായിരുന്നു. എന്നിട്ട് വഴിയമ്പലക്കാരനോട് സംസാരിക്കുന്നുണ്ട്, ഇയാളെ നോക്കിക്കൊള്ളണം. മിച്ചം മരുന്നും വന്നാൽ, ചില എക്സസ് ആയിട്ട് വന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ കണ്ടുകൊള്ളാം. അത്രമാത്രം ബന്ധം അയാളുമായിട്ടുണ്ട്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു മനുഷ്യനാണ്. അതുവഴി നിരന്തരം യാത്ര ചെയ്യുന്ന ഒരാളാണ്. അയാൾക്ക് ഒരു നല്ലൊരു ഷെഡ്യൂളുണ്ട്. ആ ഷെഡ്യൂൾ അനുസരിച്ചാണ് അയാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോയിട്ട് പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ അയാളുടെ ഷെഡ്യൂൾ അപ്സെറ്റാക്കുകയാണ്. അയാൾ അവിടെ നിന്നു. സ്തോത്രം. എന്നിട്ട് അയാൾ ചില വാക്യം സ്ഥാപിച്ചു. അയാളെ ഒരു ഷെഡ്യൂളുമായിട്ട് പോയതിനെ അപ്സെറ്റ് ആക്കിക്കൊണ്ട് ഷെഡ്യൂളിനെ മാറ്റി റീഷെഡ്യൂൾ ചെയ്യാണ് കാര്യങ്ങളെല്ലാം. കാരണം ഒരു മനുഷ്യൻ, ഒരൊറ്റ മനുഷ്യൻ മുറിവേറ്റ് കിടക്കുകയാണ്. അല്ല, ജീവനെ രക്ഷിക്കണം. അതിനുവേണ്ടി അവിടെ നിന്ന് ആ ഒരു മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി അയാൾ സമയം കൊടുക്കുകയാണ്. സമയം കൊടുക്കി അവിടെ നിന്ന് അയാൾ വൃത്തിയാക്കി, അയാൾ വാഹനത്തിൽ എടുത്തു വെച്ച് വഴിയമ്പലത്തിൽ കൊണ്ടുപോയി അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം പോവുകയാണ്. ഷെഡ്യൂൾ മാറ്റിയായിരുന്നു. സ്വന്തം ദൈവരാജ്യത്തിന് വേണ്ടി ഇച്ചിരി സമയം ചോദിക്കുകയാണ്. ഒരല്പ സമയം. ഇൻവെസ്റ്റ് യുവർ ടൈം. ഇവിടെ കണ്ട ഗ്രാമങ്ങളിലോട്ട് പോയാട്ടെ, ഭാരതത്തിൽ വടക്കേ ഇന്ത്യയിൽ ഏതെങ്കിലുമൊക്കെ ഗ്രാമങ്ങളിലോട്ട് പോയാട്ടെ. ഹിന്ദി അറിയത്തില്ലെങ്കിൽ ഹിന്ദി നഹിമാലം എന്ന് പറയാനേ ചിലപ്പോൾ അറിയത്തുള്ളായിരിക്കും. അതുകൊണ്ട് പോയാൽ മതി. മിണ്ടാതെ അതുവഴി ഒന്ന് നടന്നാൽ മതി. കാലപ്പൊടി ആ ഗ്രാമങ്ങളിൽ വീഴട്ടെ, വിയർപ്പ് തുള്ളികൾ അവിടെ വീഴട്ടെ. അവിടെ
കുഞ്ഞുങ്ങളുടെ മേലൊന്ന് തൊട്ടിട്ട് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് തലമുറയെ അനുഗ്രഹിച്ചിട്ട് നിങ്ങൾ ഒന്നാം മതി. സ്തോത്രം. അവിടെ എല്ലാം രക്ഷയുണ്ടാകും, വിടുതലുണ്ടാകും. സ്തോത്രം. മുറിവ് കെട്ടുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ ദൈവജനം. ഇൻവെസ്റ്റ് യുവർ ടൈം. സ്തോത്രം. And this person was investing his time. ഒരു മനുഷ്യന് വേണ്ടി തീർന്നില്ല. And he was investing his energy. അതിന് ആരോഗ്യം കൊടുക്കുക, അതിന് ആരോഗ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്താ ചെയ്യുന്നത്? ഈ മനുഷ്യനെ മറിച്ചുകൊണ്ട് അയാളെ വൃത്തിയാക്കി, അയാൾ വൃത്തിയാക്കി നല്ല വസ്ത്രം ധരിച്ചു പോകുന്ന മനുഷ്യൻ വൃത്തിയേടാക്കി അയാളുടെ ശരീരത്തെ ഇയാൾ മറിച്ചിട്ടിട്ട് അയാൾ വൃത്തിയാക്കി അയാളുടെ കൈവശമുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് അയാളെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 60-70 കിലോ തൂക്കമുള്ള ഒരു മനുഷ്യനെ, ബോധരഹിതനായി കിടക്കുന്ന ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് തൂക്കിയിട്ട് ഒരു കഴപ്പുറത്ത് വയ്ക്കുന്നത് എളുപ്പമല്ല. അതെടുക്കുമ്പോൾ കൊച്ചു കുഞ്ഞിനെ കയ്യിലെടുക്കുന്നത് കൈവലയിൽ എടുക്കാൻ പറ്റത്തില്ല. വലിച്ചു തൂക്കിയെടുക്കുകയാണ് ശരീരത്തിൽ. ആ പൊടിയും മണ്ണും എല്ലാം അയാളുടെ മേൽ ആ നല്ല വസ്ത്രത്തോട്ടൊക്കെ അങ്ങ് പതിക്കുകയാണ്. അയാൾ സ്വന്തം വാഹനത്തിൽ, അയാൾ ഇരുന്ന വാഹനത്തിൽ അതേ സീറ്റിൽ എടുത്തിരിക്കുകയാണ്. ചോര വാർന്നൊലിക്കുന്ന മണ്ണിൽ ചെളിയിൽ രക്തം പുരണ്ട് കിടക്കുന്ന മനുഷ്യനെ എടുത്ത് വൃത്തികേടാക്കിയാണ് വാഹനത്തെ. ക്രൂശിൽ പെടഞ്ഞ് നിലവിളിക്കുന്നവന്റെ യേശു ലോകത്തിന്റെ മുഴുവൻ അഴുക്കും പാവവും എല്ലാ കറകളും സ്വന്തം മേൽ വഹിച്ചിട്ട് നിലവിളിച്ചവന്റെ യേശു ഉണ്ടാവും. സകലഭാവത്തെ സകല അഴുക്കിനെ തന്റെ ചുമലിലേക്ക് വലിച്ചെടുത്ത എന്റെ കർത്താവ്, ആ കർത്താവ് വൃത്തിയാക്കി കഴുകി വെടിപ്പാക്കി നമ്മളെ ഇരിക്കുക. എന്തിനാണെന്നറിയാമോ? വഴിവെക്കി കിടക്കുന്ന ഒരു മനുഷ്യനൊന്നിട്ട് ആ അടുപ്പൊന്ന് മേൽ വരട്ടാൻ. വേണമെങ്കിൽ കണ്ടിട്ട് കാണാത്തതുപോലെ പോകാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ആ അഴുക്കിനെ വലിച്ചെടുക്കാം, ശുദ്ധീകരിക്കാൻ വേണ്ടി. തന്റെ ആരോഗ്യത്തെ കൊടുക്കുക, ആരോഗ്യത്തെ കൊടുക്കുക, ചുമന്നെടുത്ത് കൊണ്ടുപോവുകയാണ്. തീർന്നില്ല അവിടെ കൊണ്ട്. Number 3, now he is investing his money. 2 വെള്ളിക്കാശ് കൊടുത്ത് പറഞ്ഞു, ഇത് പോരെങ്കിൽ ഞാൻ ഇനിയും ചെലവ് ചെയ്തോളാം. മണി അതൊക്കെ അവസാനത്തെ കാര്യമാണ്. വേണമെങ്കിൽ അവിടെ നിന്നിട്ട് അടുത്ത വഴി ആരെങ്കിലും വരുമ്പോൾ, ഹലോ ഈ ആളെങ്കിലും എടുക്കുക, വന്നെടുത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്താട്ടെ, ഞാൻ വേണമെങ്കിൽ പണം ചിലവാക്കിക്കൊള്ളാം. He was not doing that. പണം കൊണ്ടൊന്നും നേടുവാൻ സാധ്യമല്ല. പണമല്ല എന്റെ കർത്താവിന് ആവശ്യം, അത് അവസാനത്തേതാണ്. Your time is most precious. Give your time. Stop. Give your physical energy. And that's what God wants. Stop. അത് കഴിഞ്ഞിട്ടാണ് now he is investing. എല്ലാം ചെയ്തതിന് ശേഷം he is investing his money for the kingdom of God, for the salvation of a person, for the life of a person. ഒരു വ്യക്തിയുടെ ജീവനെ രക്ഷിപ്പാൻ പണം ഇൻവെസ്റ്റ് ചെയ്യാം, സമയം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം, ആരോഗ്യം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം, സ്പെൻഡ് യുവർ മണി. സ്തോത്രം. എന്നിട്ട് കർത്താവ് അവസാനം പറയുകയാണ്, ആ സ്റ്റോറി അവസാനിക്കുന്നിടത്ത് അവൻ ഇങ്ങനെ പറയുന്നു, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. സഹോദര നിങ്ങളും, സഹോദരന്മാരെ നിങ്ങളും, കുഞ്ഞുങ്ങളെ നിങ്ങളും, സഹോദരന്മാരെ നമ്മളെല്ലാം, നിങ്ങളും ഞാനും പോയി അങ്ങനെ തന്നെ. എങ്ങനെ തന്നെ? ആ ശമരിയക്കാരൻ സമയം കൊടുത്തതുപോലെ നീ പോയി സമയം കൊടുക്കുക. ആ ശമരിയക്കാരൻ തന്റെ ആരോഗ്യം, തന്റെ ബലം, തന്റെ എനർജി ഒരു മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി കൊടുത്തതുപോലെ നിങ്ങൾ പോയി അങ്ങനെ തന്നെ ചെയ്യുക. ആ മനുഷ്യൻ തന്റെ പണം ഇൻവെസ്റ്റ് ചെയ്തതുപോലെ നീ പോയി അങ്ങനെ തന്നെ ചെയ്യുക. കണ്ണുകൾ അടയ്ക്കാം. ദൈവത്തിന്റെ പരിശുദ്ധനാമം എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചോയ്സ് ഇസ് യുവേഴ്സ്. തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ കാണാത്തതുപോലെ പോകാം, അല്ലെങ്കിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാം. ഒരു കൊച്ചു തീരുമാനം ഈ സന്ധ്യയിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരട്ടെ. മുറിവേറ്റ് കിടക്കുന്ന, ആത്മാവിലും ശരീരത്തിലും മുറിവേറ്റ് കിടക്കുന്ന, കഴിവും സാമർഥ്യമുള്ളവരെല്ലാം ഇട്ടേച്ചു പോകുന്ന, കണ്ടിട്ടും കാണാത്തതുപോലെ പോകുന്ന ത്യജിക്കപ്പെട്ട ഒരു തലമുറ,
നമ്മുടെ ചുറ്റുമുണ്ട്. നാളെ കണ്ടില്ലെന്ന് പറയാൻ, അറിഞ്ഞില്ല, എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന് അറിഞ്ഞു നിങ്ങൾ. ഇനി തിരഞ്ഞെടുപ്പ് നിങ്ങളേതാണ്? ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ചെയ്യാം. ഇൻവെസ്റ്റ് യുവർ ടൈം. സ്തോത്രം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനോട് ചോദിക്കാം, കർത്താവെ ഞാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, കൊയ്ത്ത് വളരെ ഉണ്ടാവും, വേലക്കാരാണ് ചുരുക്കം. നിങ്ങൾ പ്രാർത്ഥിപ്പിൽ നിങ്ങൾ തന്നെ പോകണം. നമ്മൾ പാടിയ ആ സംസ്ഥാനങ്ങളുടെ പേരുകൾ ഈ കാണുന്ന ഭാരത സംസ്ഥാനത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോയാട്ടെ. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയാട്ടെ. ആരെയും അറിയത്തില്ലെങ്കിൽ കം ടു നാഗ്പൂർ. ഞങ്ങൾ അവിടെയുണ്ട്. നമുക്കത് വഴിയൊക്കെ നടക്കാം. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വിയർപ്പ് തുള്ളികൾ അവിടെ വീഴ്ത്താം. ആ ദേശത്തെ തൊട്ടനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അവിടെയുള്ള അന്ധവിശ്വാസങ്ങൾ മാറട്ടെ, അനാചാരങ്ങൾ മാറട്ടെ. മുറിവേറ്റി കിടക്കുന്ന കുഞ്ഞുങ്ങൾ ജനതീ രക്ഷാഭിമാനിയാകട്ടെ. പോകുവിൻ. 5 ദിവസത്തേക്ക്, 10 ദിവസത്തേക്ക്, ഒരാഴ്ചത്തേക്ക് പോകുവിൻ. സ്തോത്രം. ഷാർജയിൽ നിന്ന് നാഗ്പൂരിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. ഒരാഴ്ചയിൽ 4 ദിവസം, 3.25 മണിക്കൂർ സമയം മാത്രം. ഒരാഴ്ചത്തേക്ക് പോയാട്ടെ, 10 ദിവസത്തേക്ക് പോയാട്ടെ, 5 ദിവസത്തേക്ക് പോയാട്ടെ, അല്ല 2 ദിവസത്തേക്ക് പോയാട്ടെ. ഇൻവെസ്റ്റ് യുവർ ടൈം. ദൈവരാജ്യത്തിന് വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്താൽ അത് നഷ്ടമാകത്തില്ല. അത് ലാഭമായി, 10 മടങ്ങ് ലാഭമായി കർത്താവ് ഉദ്ദേശിച്ചു തരും. You sow your time and there will be a big harvest of time. You sow your energy and you will have a big harvest of your energy. You sow your money and you will have a big harvest of money. അതെല്ലാം അവസാനത്തെ കാര്യങ്ങളാണ്. ബട്ട് സോ യുവർ ടൈം. പ്രാർത്ഥിക്കാം. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രാത്രി കർത്താവെ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. എന്ത് ചെയ്യണം? ഞങ്ങളോട് സംസാരിക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. രാത്രി മക്കൾ എന്തെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവെ നിലനിൽപ്പാൻ, പ്രവൃത്തിയിൽ വരുത്തുവാൻ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു പാട്ട് പാടി എല്ലാവരും ഒരല്പ നിമിഷം ആരാധിക്കാനായിട്ട് പോവുകയാണ്. സ്തോത്രങ്ങൾ പോകുമ്പോൾ എന്റെ സഹോദരൻ റോജു ഭദ്രാണ്. ഞാൻ ഇപ്രാവശ്യം ഈ ഷാട്ടിലേക്ക് വരാനുള്ള സാന്ദ്രമായ ദൈവദാസനാണ്. അദ്ദേഹമാണ് ഇതെല്ലാം കോടതി ചെയ്തത് കൊണ്ടുവന്നതും. ഇതിനായിട്ട് പ്രത്യേകം നന്ദി പറയാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൈവശം ഒരു CD ഉണ്ട്. പുതിയ CD 13 പാട്ടുകളുള്ള ഒരു CD, ഒരു പാട്ടുപുസ്തകവും സോങ് ഷീറ്റും ഒക്കെ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അത് വാങ്ങിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നല്ല നാളെ എന്നൊരു CD നിങ്ങൾക്ക് വാങ്ങാം. അത് സുവിശേഷ വിലയ്ക്കുള്ളതാണ്. അതൊന്നും ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ളതല്ല. ഈ കർത്ത ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ ആ കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങിക്കൊടുക്കാനുള്ളതാണ്. ആ CD-ക്ക് ഞാനായിട്ട് ഒരു വിലയും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വില കൊടുത്ത് അത് വാങ്ങാം. അത് സുവിശേഷ വിലയ്ക്കുള്ളതാണ്. ഈ കയ്യിലൂടെ ഒത്തിരി പണം കയറിറങ്ങി പോയിട്ടുണ്ട്. ഒന്നും ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ശേഖരിച്ചു വെച്ചിട്ടില്ല. സമ്പാദ്യമൊന്നുമില്ലാത്തൊരു മനുഷ്യനാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. സമ്പാദിക്കാൻ താല്പര്യമില്ല. പല ചോദിക്കാറുണ്ട്, 2 പെൺമക്കളാ, കല്യാണ പ്രായമൊക്കെ ആയി വരിക, എന്തോ ഉണ്ട്? നമ്മുടെ ഒന്നുമില്ല. അത് ദൈവത്തിന്റെ പേരിലെല്ലാം ഉണ്ട്. ദൈവം തക്ക സമയത്തെല്ലാം നോക്കിക്കൊള്ളും. സ്തോത്രം. ആ വിശ്വാസം ഇന്നുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് സുവിശേഷ വേലയ്ക്കുള്ളത് സുവിശേഷ വേലയ്ക്ക് തന്നെയാണ്. സ്തോത്രം. നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ പങ്കാളികളാകാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടിന്റെ ചില വരികൾ പാടി ചില മിനിറ്റുകൾ ദൈവത്തെ ആരാധിക്കാം. എല്ലാവർക്കും അറിയുന്നൊരു പാട്ട്. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ യേശു എന്ന് കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നോ ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. സ്തോത്രം.
കരുതുന്നവൻ, കാര്യങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, കാര്യങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. അവൻ എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ പരിഹാരമെനിക്കായി ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായ കവിയും ഞാൻ, അതിനെന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായ കവിയും ഞാൻ. ഓ അവിരേ എന്തിനു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായ കവിയും ഞാൻ, എന്തിനു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായ കവിയും. ദൈവം എനിക്കനുകൂലം, ദൈവം എനിക്കനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായും, ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായും. പരീക്ഷയുടെ ദൈവമനുവദിക്കാതെ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷയുടെ ദൈവമനുവദിക്കാൻ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്റെ നന്മ ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായ അറിയുന്നു ഞാൻ. എന്റെ നന്മ ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായ പരീക്ഷയുടെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷയുടെ അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്റെ നന്മ ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായ അറിയുന്നു ഞാൻ. എന്റെ നന്മ ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായ അറിയുന്നു. പരീക്ഷയുടെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി
എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ. എന്റെ നന്മയ്ക്കായി ഞാനിരുന്നു. നമ്മളോട് വിശ്വാസത്തോടെ കൂടെ എന്തിനൊന്നും ചോദിക്കില്ല, എന്റെ നന്മയ്ക്കായിരുന്നു ദൈവമനുകൂലമേ. എന്റെ ദൈവമനുകൂല അവയാൽ എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ. എന്റെ നന്മയ്ക്കായി ഓ എന്തിനൊന്നും ചോദിക്കില്ല, എന്റെ നന്മയ്ക്കായി. Shut the door.